ودماغي جواها حرب عالمية وبتضرب طم طم. बैलेंस करो ഗൈസ്. അപ്പം നമ്മൾ മുസാണ്ടം പോർട്ടിൽ നിന്നും വാട്ടർ ആക്ടിവിറ്റികൾ നടക്കുന്ന കടലിൻ്റെ ഉൾഭാഗത്തേക്ക് പോവുകയാണ്. മുസാണ്ടത്തെക്കുറിച്ചുള്ള ഡീറ്റെയിലുകൾ യാത്രയ്ക്ക് മുമ്പ് അനീഷ് ഭായ് എല്ലാവർക്കും വിവരിച്ചു കൊടുക്കുന്നുണ്ട്. Actually, Musandam is a region. Musandam is a region. It's a part of Oman. So it's a Musandam Peninsula. So the main 5 places there. First one is in Dibba Musandam, and second one is in Kasab Musandam, and third one is in Lima, and fourth one is in Mada, and fifth one is in Tumsa. So all together is calling Musandam. So around Musandam region, around 49,000 people are staying inside the Musandam region. So it's around 13,000 people are here in Dibba Musandam. So around 18 square kilometer total area is 18 square kilometer is the Musandam region. സ്പീഡ് ബോട്ട് റൈഡ്, സ്വിമ്മിംഗ്, കയാക്കിംഗ്, ഫിഷിംഗ്, അതുപോലെ ബനാന ബോട്ടിംഗ് എന്നിവയാണ് ഇവർ പ്രധാനമായിട്ടും ആക്ടിവിറ്റികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഗെയ്സ്, ഗർഭിണികൾക്കും കുട്ടികൾക്കും ബനാന ബോട്ടിൽ കയറാൻ സാധിക്കില്ല എന്നാണ് അനീഷ് ഭായ് പറയുന്നത്. കാരണം കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള പരിപാടിയാണ് ഈ ബനാന ബോട്ട് റൈഡ് എന്ന് പറയുന്നത്. അപ്പം ഇവർക്ക് ഇത് അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ത്രില്ലാണ് കേട്ടോ ഗെയ്സ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഹഫ ബീച്ചിലേക്കാണ്. ഇവിടുത്തെ മുസാണ്ടത്തെ ഒരു പ്രധാന ബീച്ചാണ് ഹഫ ബീച്ച്. അവിടെയാണ് ഇവർ ഈ വാട്ടർ ആക്ടിവിറ്റികളെല്ലാം നടത്തുന്നത്. ഏകദേശം 1 മണിക്കൂറിന് മേലെ എടുക്കും നമ്മൾക്ക് അവിടെ എത്താനായിട്ട്. ഗെയ്സ്, വെയിലുണ്ടായിട്ട് നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ. കാരണം ഇപ്പോൾ നമ്മുടെ UAE പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. സാധാരണ എല്ലാ കടലുകളിലും നിങ്ങൾ കാണുന്ന പോലെ വലിയ വലിയ വേവുകളുണ്ടല്ലോ, അതൊന്നും ഈ കടലിൽ നിലവിൽ കാണാനില്ല. വളരെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കടൽ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു വോമിറ്റിംഗ് ടെൻഡൻസിയോ അല്ലെങ്കിൽ തലവേദനയോ അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. സാധാരണ നമ്മൾ പെട്ടെന്ന് കടലിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസ്കംഫർട്ടബിൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമുക്ക് ആർക്കും ഇതുവരെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ തന്നെ ഇവിടെ അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇവർ ആദ്യം തന്നെ നമുക്ക് ഇൻഫർമേഷൻ തന്നിരുന്നു. കണ്ണത്താ ദൂരത്തോളം കടലിങ്ങനെ കിടക്കുകയല്ലോ കേട്ടോ. ഈ 2 സൈഡിലും വലിയ വലിയ കൂറ്റൻ മലകളാണുള്ളത്. അതുപോലെ ഈ കടലിൽ അങ്ങിങ്ങായിട്ട് നമുക്ക് ഒരുപാട് ചെറിയ ക്രൂയിസുകൾ, സ്പീഡ് ബോട്ടുകളൊക്കെ കാണാൻ പറ്റും. അതെല്ലാം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ എടുത്തിട്ട് വരുന്ന ക്രൂയിസും ബോട്ടുകളൊക്കെയാണ് കേട്ടോ ഗെയ്സ്. അതുപോലെ സ്പീഡ് ബോട്ടിലും ഇവിടെ ആൾക്കാർ പോകുന്നത് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ നിന്നും ഉയർന്നു വന്ന മലകളാണിതൊക്കെ എന്നാണ് ഇവർ പറയുന്നത്. അതിനുള്ള പ്രൂഫും അവർ പറയുന്നുണ്ട്. ഇപ്പോഴും ഈ മലകൾക്ക് മുകളിലും ഇടയിലുമൊക്കെ ആയി കടലിൽ ജീവിക്കുന്ന ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ജീവികളുടെ ഫോസിലുകൾ കണ്ടുപിടിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഈ മലയിൽ പല പല സ്ഥലങ്ങളിൽ ഇവർ റോഡ് പണിതിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഒന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്കും വീഡിയോയിലൂടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് അവിടെ ഇവിടെ ആയിട്ട് വളഞ്ഞ് റോഡുകളൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. ആക്ച്വലി ഈ നിസാം ഭായ് ആളൊരു ചില്ലു മനുഷ്യനാണ് കേട്ടോ. പുള്ളി ഒരുപാട് 10-15 രാജ്യങ്ങൾ ചുറ്റിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ ഒരുപാട് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയിട്ടുണ്ട്. ഈ മുസാണ്ടത്ത് തന്നെ നമ്മുടെ നിസാം ഭായ് വരുന്നത് ഇത് 4-മത്തെയോ 5-മത്തെയോ പ്രാവശ്യമാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ മുസാണ്ടത്തിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്.
അപ്പം നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഹഫ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇനിയാണ് മക്കളെ ശരിക്കുള്ള പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ഗെയ്സ് ആദ്യം തന്നെ നമ്മളിതാ ബനാന ബോട്ടിങ്ങിന് പോവാണ്. ഗെയ്സ് അപ്പോൾ നമ്മൾ ഇവിടെ മെയിൻ വാട്ടർ എക്സ്പ്ലോർ ചെയ്യുന്ന അവസാനത്തെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഏകദേശം അവിടെ നിന്ന് ഒരു 1.25 മണിക്കൂറോളം ക്രൂസിലിരുന്നിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ അതായത് ബനാന ബോട്ടിംഗ് ഉണ്ട്, നമുക്കിവിടെ സ്വിം ചെയ്യാൻ പറ്റും. സ്വിം ചെയ്യാൻ അറിയില്ലെങ്കിൽ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ട്, നമുക്ക് സ്വിം ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഹൈ സ്പീഡ് ബോട്ടിംഗ് സർവീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്, കയാക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ബനാന ബോട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അത്യാവശ്യം നീന്തൽ അറിഞ്ഞാൽ നല്ലതാണെന്ന് ഇവർ പറയുന്നുണ്ട് ബനാന ബോട്ടിങ്ങിന് പോകണമെങ്കിൽ. പക്ഷേ നിർബന്ധം അവർ പറയുന്നില്ല, കാരണം അവർ ലൈഫ് ജാക്കറ്റ് തരുന്നുണ്ട്. ലൈഫ് ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ബനാന ബോട്ടിൽ നിന്ന് മറിഞ്ഞാലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വാട്ടർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. നീന്തലറിയോ? എനിക്ക് പറഞ്ഞൂടാ. അപ്പൊ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ലൈഫ് ജാക്കറ്റ് ഉള്ള കാരണം മുങ്ങി ചാകില്ല എന്നാണ് അവർ ഉറപ്പ് പറയുന്നത്. കാരണം നമ്മൾ എന്തായാലും പോവാണ്. നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ധൈര്യമുള്ള കുറച്ച് ആൾക്കാർ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്രൂയിസിലുണ്ടായിരുന്ന ഒരു 75% ആൾക്കാരും ഇതിന് ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി കുറച്ച് ആൾക്കാർ ചെറിയൊരു ടെൻഷനുള്ള കാരണം ഈ ബനാന ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടില്ല. ഞാനും രജനീഷുമായും സ്വാഭാവികമായി ഒരു ആവേശത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും കാര്യമായിട്ട് നീന്തൽ അറിയില്ല കേട്ടോ ഗൈസ്. പക്ഷേ ലൈഫ് ജാക്കറ്റിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ച് പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ മിഥുൻ ഭായിയാണ് ഈ ബനാന ബോട്ടിങ് കൈകാര്യം ചെയ്യുന്നത്. ആള് പൊളിയാണ് കേട്ടോ. പുള്ളി തന്നെ ആ ഒരു പോസിറ്റിവിറ്റി വെച്ച് ആ ഒരു ആവേശത്തിന് പുറത്ത് ഞങ്ങൾ ഏതായാലും ഇറങ്ങി. അപ്പം നമ്മുടെ മിഥുൻ ഭായ് ഇതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ആദ്യം ധൈര്യമുള്ള 5 ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗൈസ് ശരിക്കും ബനാന ബോട്ട് എന്ന് പറയുന്നത്. ആക്ച്വലി ശരിക്കും ഇതൊരു ബലൂൺ പോലെയാണ്, എയർ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനുള്ളിൽ. ഈ ബനാന ബോട്ട് നമ്മൾ ഈ ഇരിക്കുന്ന സ്പീഡ് ബോട്ടിൻ്റെ പുറകിൽ കെട്ടിയിട്ട് സ്പീഡ് ബോട്ട് ഭയങ്കര സ്പീഡിൽ പോകും. ഒരു 100-110 അങ്ങോട്ട് വിടും. അപ്പോൾ ഈ കെട്ടി വെച്ചിരിക്കുന്ന ബനാന ബോട്ടും ഇതിൻ്റെ പുറകെ പോകും. അപ്പോൾ നമ്മൾ ഇതിന് മേലെയാണ് ഇരിക്കുന്നത്. ഒരു 4-5 ആൾക്ക് ഒന്നിച്ചിരിക്കാം. ഈ ബോട്ട് പോകുന്ന അതേ സ്പീഡിൽ ഈ ബനാന ബോട്ടും പോകും. അപ്പോൾ നമ്മൾ ആ പോകുന്ന വേവൊക്കെ അനുസരിച്ച് നമ്മൾ ഇതിൽ ബാലൻസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇത് മറിഞ്ഞ് നമ്മൾ വെള്ളത്തിൽ വീഴും. ചിലപ്പോൾ ഈ നടുക്കടലിൽ തന്നെ വീഴും. പക്ഷേ പേടിക്കാനൊന്നുമില്ല, നമുക്ക് നീന്തൽ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഇവർ വന്ന് നമുക്ക് ബോട്ടിൽ കയറ്റി വിടുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഇവർ 5 പേര് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ടെൻഷനിലാണ്. ഗൈസ് അവർ കയറിപാടെ മറിഞ്ഞിരിക്കുകയാണ്. ബാലൻസ് ഇല്ല കയറിയിട്ടുള്ളതുകൊണ്ടാണ്. ഓരോരുത്തർ നീന്തി വന്ന് ബോട്ടിൽ കയറിയിട്ടുണ്ട്. നിസാംബായി ഒക്കെ നല്ല നീന്തൽ അറിയാവുന്ന മനുഷ്യനാണ്. വീണ്ടും ഇവര് ഒരു അറ്റംപ്റ്റും കൂടെ ചെയ്യാൻ പോവാണ്. അടിപൊളി, ഒരു രക്ഷയില്ല, വേറെ ലെവൽ. ഈ പ്രാവശ്യം അവർ സക്സസ് ആയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മറിഞ്ഞില്ലെങ്കിലും ഗെയ്സ്
ഇവിടെ കയറുമ്പം ഈ ബനാന ബോട്ട് മറിഞ്ഞില്ലെങ്കിലും ഇവരിത് റൈഡ് ചെയ്ത് കൊണ്ടുപോയി കരയുടെ ഏകദേശം അടുത്തെത്തുമ്പം ഈ ബനാന ബോട്ട് മറിച്ചിടും. അവിടുന്ന് നമ്മൾ നീന്തി വേണം ഈ ബീച്ചിൻ്റെ കരയിലേക്ക് പോകാനായിട്ട്. പക്ഷെ അത് വലിയ റിസ്ക് ഇല്ല. അത്യാവശ്യം ആഴമുണ്ടെങ്കിലും നമുക്ക് ലൈഫ് ജാക്കറ്റ് ഉള്ള കാരണം ഈസി ആയിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിക്കും. അടുത്തത് ഞാനും രജനീഷ് ഭായിയും പോകാനിരുന്നെങ്കിലും ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ധൈര്യക്കുറവ് കാരണം ഇപ്പം ഈ കൂട്ടത്തിലുള്ള കുറച്ച് ലേഡീസിനെയൊക്കെ കയറ്റി സെക്കൻഡ് ട്രിപ്പ് അവർ പോവാണ്. അവരും അവരുടെ ഈ ട്രിപ്പ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ ഊഴമാണ്. ഞാനും രജനീഷ് ഭായിയും കയറാൻ പോവാണ്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നേരത്തെ പോയ രണ്ടാൾക്കാർ കൂടെ ഇതിൽ കയറുന്നുണ്ട്. അപ്പോൾ നിസാം ഭായിയും ഇതിലുണ്ട് കേട്ടോ. അമ്പോ ഗെയ്സ്, ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഹിഡിവെട്ട് റൈഡ്. ഗെയ്സ്, നമ്മൾ ബനാന ബോട്ടിൽ കയറിയിട്ട് അവർ ഈ തീരെ വെട്ടാറാകുമ്പോൾ നമ്മളെ തള്ളിമറിച്ച് അവിടെ ഇടും. ശരിക്കും പറഞ്ഞാൽ അവർ ബോട്ട് ഭയങ്കര സ്പീഡിൽ ടേൺ ചെയ്യും. അങ്ങനെ നമ്മൾ അവിടെ മറിഞ്ഞു വിടും. അവിടെ നീന്തി വേണം കരയിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഉള്ള കാരണം കുഴപ്പമൊന്നുമില്ല, സംഭവം സേഫാണ്. എന്നാലും ആദ്യം വീഴുമ്പോൾ ചെറിയൊരു ടെൻഷനാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗെയ്സ് അന്യായ വ്യൂ ആണ് കേട്ടോ. ഇവിടുത്തെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് വാട്ടർ, അതാണ് മെയിൻ. നല്ല ബ്ലൂ കളർ വാട്ടർ. അതുപോലെ ഇതിന് ചുറ്റും മലയാണ് കേട്ടോ, വലിയ വലിയ മലകളാണ് കേട്ടോ. അതുപോലെ ഈ ബീച്ചിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഗെയ്സ്, ഫോറിനേഴ്സ്, അങ്ങനെ പല രാജ്യത്തു നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ നമുക്ക് ഗ്രിൽഡൊക്കെ ചെയ്യാനുള്ള മിഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നൈറ്റ് ക്യാമ്പിംഗ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ഇവിടെ വരാം. നിങ്ങൾക്ക് ഇവിടെ ബോട്ടിൽ നൈറ്റ് കിടക്കാൻ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബാർബിക്യൂ, അതായത് നമ്മുടെ ഗ്രിൽഡൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള സെറ്റപ്പൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെയുള്ള പാക്കേജുകളും ഇവിടെയുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുറച്ച് പോലും വേസ്റ്റ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ക്ലീനാണ്. അപ്പം നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വളരെ നീറ്റായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇവിടുത്തെ റൂൾസ് എന്താണോ അത് വളരെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം.